ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഭാഗം അപ്സ്റ്റെയറിലേക്ക് പോകാൻ സ്റ്റെയർ കേസിന് പുറമെ ഇവിടെ ഒരു ലിഫ്റ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മജ്ലിസ് നമ്മൾ വേറെ കിച്ചണിലൊന്നും കാണാൻ സാധ്യതയില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നാട്ടിലിപ്പം നല്ല മഴ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം രാവിലെ മുതൽ നിർത്താതെയുള്ള മഴയാണ്. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊരു വീഡിയോ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കേരള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചെരിഞ്ഞ റൂഫുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വീടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലുപ്പമുള്ളൊരു വീട് കൂടെയാണ്. റോഡ് ലെവലിൽ നിന്നും അല്പം എലിവേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്ലോട്ട് നിലനിൽക്കുന്നത്. സോ ഈ വീട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകൾ ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ വീട്ടിൽ നിന്നും നമ്മുടെ പുതിയ വീട്ടിലേക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് മൈ ബെറ്റർ ഹോമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റെപ്പ് ഒന്നും നനയാത്ത രീതിയിൽ സൺഷെയ്ഡ് ഇങ്ങനെ പുറത്തോട്ട് നീട്ടിയിട്ട് രണ്ട് പില്ലറിൽ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലവേഷൻ ഡിസൈനിൽ ആർച്ച് ഷേപ്പ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. 2025 ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഷേപ്പ് ആയിരുന്നു കേവ് വരുന്ന തരത്തിലുള്ള ആർച്ച് ഷേപ്പുകൾ. മുമ്പ് നമ്മുടെ വീടിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ നമ്മളിങ്ങനെ ആർച്ച് ഷേപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തിരികെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്കും എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലേക്കും ആർച്ചുകളും കർവുകളും ഒക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഭാഗത്താണ് കാർ പോർച്ച് സ്പേസ് ഉള്ളത്. അതിൻ്റെ ഫ്രണ്ടിലും ഒരു ആർച്ച് ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നേരെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ വിൻഡോയും ആർച്ച് ഷേപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട് ക്ലാഡിങ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് വിൻഡോസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയറുകളാണ്. ഫൈബർ ചെയർ, നല്ല ഭംഗിയുള്ള ഒരു ലെതർ ഫിനിഷൊക്കെ നൽകിയിരിക്കുന്ന ഫൈബർ ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഫ്രണ്ട് ഡോർ വരുന്നത്. വീട് അങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിലും ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഡബിൾ ഡോർ ആയിട്ട് നല്ല വീതിയുള്ളൊരു ഡോറാണ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടൊരു മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് ഡോറിന് നൽകിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊക്കെ നമുക്ക് ഡിജിറ്റൽ ലോക്കാണ് കാണാൻ സാധിക്കുന്നത്. വലിയ 2 പുൾ ഹാൻഡിൽസ് ഡോറിന് നൽകിയിട്ടുണ്ട്. ഡോറിൻ്റെ ഫ്രെയിമിന് സമാനമായിട്ട് തൊട്ടടുത്ത് തന്നെ വലിയൊരു വിൻഡോ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. സാധാരണ നമ്മൾ കാണുന്ന വിൻഡോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വിൻഡോ ഫുള്ളായിട്ട് ടഫൻ ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അകത്തുള്ള കർട്ടൻസ് നമുക്ക് എളുപ്പത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ആണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വീട് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അകത്ത് കയറി കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ഫയർ സ്പേസ് ഉണ്ട്. ആ ഒരു ഫയർ സ്പേസ് നേരെ വന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു വാളിലാണ്. ഇവിടെ വെനീർ ചെയ്ത് അതിനോടൊപ്പം മിറർ കോമ്പിനേഷനൊക്കെ നൽകി മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കൺസോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിന് PVD കോട്ടഡ് ആയിട്ടുള്ള ലെഗുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലക്ഷറി ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വാളിലൊക്കെ കൊടുത്തിരിക്കുന്ന വാൾ പെയിൻറ്റിങ്സും അതേപോലെ വുഡൻ ഷെയ്ഡുമാണ്. നമുക്ക് വാളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബീജ് ടോൺ വരുന്ന ഓഫ് വൈറ്റ് കളറാണ് വാൾ പെയിൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ വുഡൻ ടെക്സ്റ്റേഴ്സ് പാനലിംഗ് ആയിട്ട് നൽകിയിട്ടുണ്ട്. വലിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ ഒരു ലിവിംഗ് റൂമിൽ നൽകിയിട്ടുള്ളത്. സൈസ് പറയുകയാണെങ്കിൽ 18 അടിയാണ് നീളം വരുന്നത്. 18 അടി തന്നെ വീതിയും വരുന്ന രീതിയിലാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗം മുഴുവനായിട്ട് കേർട്ടൺ ആണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്താണ് AC നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള AC നമ്മൾ വിളിക്കുന്നത് ഡക്റ്റബിൾ AC എന്നാണ്. ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC എന്ന് പറയും. ഇതാവുന്ന സമയത്ത് നമ്മളൊരു നോർമൽ AC-നേക്കാളും വളരെ നല്ല കംഫോർട്ടോടുകൂടെ തന്നെ നമുക്ക് ഗസ്റ്റുകളെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു AC-യുടെ പ്രവർത്തനം വരുന്നത്. ആ ഒരു പാർട്ടീഷൻ്റെ ഭാഗത്ത് ഇതേപോലെയുള്ള ഒരു ഗോൾഡൻ
വാൾ പാർട്ടീഷനാണ് നൽകിയിരിക്കുന്നത്. രണ്ട് ഭാഗത്തും സെയിം രീതിയിൽ PVD കോട്ടഡ് ആയിട്ടുള്ള പാർട്ടീഷൻസ് നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2 ആർക്കിടെക്റ്റുകൾ ഈ ഒരു വർക്കിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്ലാനിങ്ങും എക്സ്റ്റീരിയർ എലവേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് BN ആർക്കിടെക്ട്സിലെ ആർക്കിടെക്റ്റ് ബാസിമാണ്. എന്നാൽ ഇൻറ്റീരിയർ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഹൗസ് ഓണർ സെലക്ട് ചെയ്തിരിക്കുന്നത് മാക്ഡെക് ആർക്കിടെക്ട്സിനെയാണ്. മാക്ഡെക് ആർക്കിടെക്ട്സിൻ്റെ വർക്ക് മുമ്പും നമ്മൾ മൈ ബെറ്റർ ഹോം ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആർക്കിടെക്റ്റ് ഫാരിസ് ആണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ CEO ആയിട്ട് വരുന്നത്. ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഫീൽഡിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് ഫാരിസ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എന്തൂസിയാസം നമുക്ക് ആ വർക്കിലൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു വർക്ക് നമുക്ക് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് കൂടെയാണ്. അവരുടെ സർവീസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് വീടൊന്ന് കാണാം. ഫോർമൽ ലിവിങ് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഇതൊരു വലിയ സ്പേസ് ആണ് നമുക്ക് പറയാം. ഈ ഭാഗത്ത് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിളാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുകയാണ്, അതും ഗോൾഡൻ പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ വീട്ടിലെ ഫാമിലി ലിവിങ് സ്പേസ്. എന്ത് സൈസാണ് നോക്കൂ. ഒരു 20 ഫീറ്റ് ലെങ്ത്തും 18 ഫീറ്റ് വിഡ്ത്തും വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിരിക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈലാണ്. 6x4 സൈസിൽ വരുന്ന ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ട് വിരിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റുകളൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ ആ ഒരു ഫ്ലോറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൂള് സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് വലിയ ഗ്ലാസ് ഡോറ് നൽകിയിരിക്കുന്നു. ആ ഒരു ഡോറ് നമുക്ക് കേർട്ടൻസ് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു വിശാലത വീടിന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു പൂളിൻ്റെ പ്ലേസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ പൂളിൻ്റെ ഡെക്കും കാര്യങ്ങളൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ സ്ലിപ്പായിട്ട് വിവിധ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ നിന്ന് കാഴ്ചകൾ മാത്രം കാണാം അല്ലേ. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കൂടെയുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു TV ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ബാക്ക് പാനലായിട്ട് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിൻ്റെ സൈഡിലൂടെ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ അപ്സ്റ്റെയറിലേക്ക് പോകുന്ന സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങൾ കാണുന്നത്. വുഡൻ വെനീർ ലാമിനേഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലെ ഹാൻഡ് റെയിലും സെയിം ടൈപ്പ് വെനീർ ഫിനിഷ് നൽകിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു യൂണിഫോം ബ്ലെൻഡ് ആ ഒരു സ്റ്റെയർ കേസിൽ കാണാൻ സാധിക്കും. നേരെ നിങ്ങൾ സീലിംഗിലേക്ക് നോക്കൂ. ഇവിടുത്തെ ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് ആണ്. ആ ഒരു വുഡൻ ഗ്രിഡുകൾ വളരെ മനോഹരമായിട്ടൊരു പ്രീമിയം ലുക്ക് ഈ ഒരു ഇൻറ്റീരിയർ നൽകുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ ഷാൻലിയർ ലൈറ്റ് താഴോട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുന്നത്. മോഡേൺ ഷാൻലിയർ എന്നാണ് ഇത്തരത്തിലുള്ള ലൈറ്റുകളെ നമ്മൾ വിളിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈൻ കണ്ട് വളരെ പ്രീമിയം സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെയറുകളുടെ ബാക്ക് സൈഡിലൊക്കെ ഇതേപോലെ ഒരു ലോഗോയൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെ ആ ഒരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് വർക്കുകളാണെങ്കിലും അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് കാണാൻ സാധിക്കും. ഇതിൻ്റെ ലെഗിലേക്ക് വരികയാണെങ്കിലും ആ ഒരു വുഡൻ ക്യാപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിലും PVD കോട്ടഡ് ആയിട്ടുള്ള ലെഗ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നമ്മുടെ ഇൻറ്റീരിയറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലക്ഷറി ഫീൽ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീജ് ടൈപ്പ് ഫ്ലോറിങ്ങും ആ ഒരു ഗോൾഡൻ ടൈപ്പ് ലെഗുകളും സഹായിക്കുന്നുണ്ട്. 10 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ആ ഒരു ലൈറ്റ് സോഴ്സിന് പുറമെ ഇവിടെ ഇതേപോലെ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട്. ലാമിനേറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഭാഗം അപ്സ്റ്റെയറിലേക്ക് പോകാൻ സ്റ്റെയർ കേസിന് പുറമെ ഇവിടെ ഒരു ലിഫ്റ്റ് കൂടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പേരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സ്റ്റെപ്പ് കയറി പോകാൻ പ്രയാസമാകുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിഫ്റ്റ് സൗകര്യം വീട്ടിലുള്ളത് നല്ലതാണ്. നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു ലിഫ്റ്റ് കൊടുക്കുന്നതും അതിൻ്റെ ഒരു സ്പേസ് നമ്മൾ കണ്ടുവെക്കുന്നതും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും നടക്കുന്നതിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലിഫ്റ്റ് വളരെയധികം ഉപകാരപ്പെടും. ഇവിടെയൊക്കെ ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കിച്ചൺ നൽകിയിരിക്കുന്നു. അതിന് മുമ്പ് നമുക്ക് കാണേണ്ട സ്പേസ് ആണ്. ഇവിടെ ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. UPVC ഡോറാണ് പ്രെയർ റൂമിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അതിൽ ഇതേപോലെ ഒരു ഇച്ചിങ് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഒരു കാർപ്പറ്റും വാളിൽ വാൾപേപ്പറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രെയർ റൂം നമുക്ക് കാണാൻ സാധിക്കും. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ള
അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ്. ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വാഷ് ബേസിൻ, ഇവിടെ ഇതേപോലെ വൈറ്റ് ഫിനിഷിൽ കൗണ്ടർ ടോപ്പ്, അതിൻ്റെ ഇടയിൽ ഒരു വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. ഈ വാളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ഡാഡോ ടൈൽസ് ആണ് ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, നല്ല ഭംഗിയുള്ള ഒരു കളറിനെ സംബന്ധിച്ചെടുത്ത് പറയുന്ന സമയത്ത് കുറച്ച് ബ്ലെൻഡിങ് ആയിട്ടുള്ള കളറൊക്കെ നൽകി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാഷ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. സാധാരണ ഒരു കിച്ചണിൽ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ സാധിക്കും. മോഡുലാറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് ഫിനിഷ് കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് കോഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ടോൾ യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ കാണാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മജ്ലിസ് നമ്മൾ വേറെ കിച്ചണിലൊന്നും കാണാൻ സാധ്യതയില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സാധാരണ നമ്മൾ ലിവിങ് സ്പേസിനോട് ചേർന്നൊക്കെ ഇതുപോലുള്ള മജ്ലിസുകൾ കാണാറുണ്ട് അല്ലേ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്, അവർ സ്ത്രീകളൊക്കെ ആവുന്ന സമയത്ത് അധികവും ഇതേ രീതിയിൽ കിച്ചണിലും ഡൈനിങ് സ്പേസിലൊക്കെയാണ് അവരിങ്ങനെ കൂടുതലായിട്ട് നിൽക്കുക. അപ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾക്ക് ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു മജ്ലിസ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് കുഷനൊക്കെ നൽകി സെറ്റാക്കി വെച്ചിരിക്കുന്നു. വാളിൽ ഇതേപോലെ വാൾപേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. രാവിലെ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്കിലേക്ക് പോകാൻ പറ്റും. ഇതേപോലെ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വർക്ക് ഏരിയ കാണിക്കാത്തതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് വർക്ക് ഏരിയയിൽ ആളില്ലാത്തതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ സാധിക്കും. വൈറ്റ് ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് തീമാണ് കിച്ചണ് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ്. നമുക്ക് അത്യാവശ്യം എല്ലാ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഇങ്ങനെ ലോഫ്റ്റ് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഓപ്പൺ നൽകിയിരിക്കുന്നു. ഓപ്പണകത്ത് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ നൽകി നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വെച്ച് അതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ലൈവ് കിച്ചന്റെ ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂമുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്ന എല്ലാ ബെഡ്റൂമുകളും. വളരെ എലഗൻ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒരു ന്യൂട്രൽ കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. കേർട്ടൻസിൻ്റെ ഫാബ്രിക് നോക്ക് നിങ്ങൾ. ഇവിടെ നൽകിയിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അതിൽ നൽകിയിരിക്കുന്ന കുഷൻ, ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് ബോർഡ് മുഴുവൻ ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ച് കവേർഡായിട്ട് അപ്പോൾസ്റ്ററി ചെയ്തിരിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. മുഴുവൻ ഒരു ന്യൂട്രൽ തീമിൽ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ വാൾ പാനലിംഗ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്നു. ലൂവേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ സീലിംഗിലേക്ക് അത് വന്ന് അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ നൽകി നല്ല എലഗൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. റൂം സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 18 അടിയാണ് നീളം വരുന്നത്, 16 അടി വീതിയും വരുന്നുണ്ട്. വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാളിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് വാർഡ്രോബിന് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ. അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ വരുന്ന ഹാൻഡിൽസ് ഇവിടെ വരുന്ന സമയത്ത് നല്ല രസത്തിൽ ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഇതേപോലെ ഒരു ആർച്ച് ഇൻവേർട്ടഡ് ആയിട്ട് നൽകിയിട്ട് ഇതിനകത്തൊക്കെ ലൈറ്റ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നേരെ ഈ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് സ്പേസ് ഇങ്ങോട്ട് നൽകിയിട്ട് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. അഡീഷണൽ വാർഡ്രോബ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ വാർഡ്രോബിൽ കൊള്ളാത്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഒരു അഡീഷണൽ സ്റ്റോറേജ് സ്പേസിൽ നൽകാൻ സാധിക്കും. ഇവിടെയും ഒരു വലിയ മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സിങ്ങിൻ്റെ സമയത്ത് ഇവിടെ നിന്നിട്ട് ഫുൾ സൈസിൽ നമുക്ക് ഡ്രസ്സിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. എല്ലാം വൈറ്റ് കളറ് UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് വൈറ്റ് പ്ലസ് ആ ഒരു ഗ്ലാസ് ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ടൈലാണ് ബാത്റൂമിൻ്റെ വാളിലും ഫ്ലോറിലും ഒക്കെ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നു. ഗ്ലോസി ഫിനിഷ് ആണ് വാളിൽ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ വാൾ പാനലിംഗ് ചെയ്തു വെച്ചിരിക്കുന്നു. സെയിം രീതിയിലുള്ള ഫ്ലോറിങ്ങും ഫിനിഷിങ്ങും തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾസ്റ്ററി ചെയ്തിരിക്കുന്ന മനോഹരമായ സ്റ്റിച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ലക്ഷറി ഫീല് തരുന്ന കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഫാബ്രിക്കിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെയർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ആം ചെയർ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു.
ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പൂൾ വ്യൂ ആക്സസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കേർട്ടൻ ഇതേപോലെ മാറ്റി കഴിഞ്ഞാൽ പൂളിലേക്കുള്ള വിഷ്വൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു പ്രീമിയം ഫീച്ചർ എന്നൊക്കെ പറയില്ലേ, പൂൾ സൈഡ് വ്യൂ, അത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഭാഗത്താണ് വാർഡ്രോബിന്റെ സ്പേസ് നൽകിയിരിക്കുന്നത്. വാള് മുഴുവനായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ സ്പേസും അതിന്റെ ഡോറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. UPVC ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂം. സ്റ്റെയർകേസിന്റെ ഭാഗത്താണ് ഈ ഒരു ബെഡ്റൂമിന്റെ പ്ലേസ്മെന്റ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നമുക്ക് വാർഡ്രോബോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കട്ടിൽ മാത്രമാണ് ഈ ഒരു സ്പേസിൽ നൽകിയിരിക്കുന്നത്. സൈസ് പറയുകയാണെങ്കിൽ 17 ആണ് ബെഡ്റൂം സൈസ് നൽകിയിരിക്കുന്നത്. 17 അടി നീളം, 17 അടി വീതി നൽകിയിട്ടുണ്ട്. അതിൽ കിങ് സൈസിലൊരു കട്ടിൽ നൽകിയിരിക്കുന്നു. കട്ടിൽ ഇതേപോലെ ഫുൾ റെക്സിൻ കവേർഡ് ആയിട്ടുള്ള കട്ടിലാണ്. വാളിലാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെയുള്ള വെയിൻസ്കോട്ട് മോൾഡിങ് നൽകിയിട്ട് സെൻറ്ററിൽ വാൾപേപ്പർ നൽകിയിരിക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് വാൾപേപ്പർ നൽകുന്ന സമയത്ത് അതിനോട് സിമിലർ ആയിട്ടുള്ള വാൾ പെയിൻറ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇത് രണ്ടും ആ ഒരു ബീജ് അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ ടോണിൽ നമുക്ക് കാണാം. ഒരു വാം ലൈറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും. വാൾ പെയിന്റിന്റെ കളർ കോഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ കമന്റിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഈ കളർ കോഡ് ഏതാണെന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാള് മുഴുവനായിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുക. അപ്പൊ സ്റ്റോറേജ് സ്പേസ് കുറഞ്ഞു പോകുന്നുള്ളൊരു ടെൻഷൻ ഒന്നും വേണ്ട. 4 ഡോറും അതിന്റെ മുകൾ ഭാഗവും മുഴുവനായിട്ട് നമുക്ക് വാർഡ്രോബ് സ്പേസ് കിട്ടും. ഇവിടെ ഫുൾ ലെങ്തിലുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ചെയർ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ടോയ്ലറ്റിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ബാത്റൂമാണ് നമ്മൾ കാണുന്നത്. സ്റ്റെയർകേസിന്റെ ഡീറ്റെയിലിംഗ് ആട്ടോ ഇനി നമ്മൾ നോക്കുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർകേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് ഇതേപോലെ ഒരു വുഡൻ ഷെയ്ഡാണ് ഇവിടെ ലാമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പിലാണ് ഈ ഒരു സ്റ്റെയർകേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ പല ഭാഗത്തും ആ ഒരു കേർവ് ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെയർകേസിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒരു ഓഫീസ് റൂമും ഉണ്ട്. നേരെ കയറി വരുന്ന ഭാഗത്ത് ഒരു പാസേജ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ഒരു ഓഫീസ് സ്പേസ് വരുന്നത്. അതിലൊരു ഇമ്പോർട്ടഡ് സ്റ്റൈലിൽ വരുന്ന ഒരു ഓഫീസ് ടേബിള്, നല്ലൊരു ചെയറും ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്സ്റ്റെയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്റർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷാണ് TV യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. വുഡൻ പ്ലസ് അതേപോലെ തന്നെ ഇവിടെ ഒരു സിമെന്റ് ടെക്സ്ചർ വരുന്ന ലാമിനേറ്റ് നൽകിയിട്ടുണ്ട്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് നൽകിയിരിക്കുന്നത് വുഡൻ ഫിനിഷിലാണ്. ആ ഒരു ഗ്രിഡ് പാറ്റേണിലുള്ള ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണുള്ളത്. ബെഡ്റൂമുകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. കട്ടിലേക്ക് വരുന്ന സമയത്ത് കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാ കോട്ടും ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിരിക്കുന്ന കോട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ ഓട്ടോമൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. ഓട്ടോമൻ ബെഞ്ച് എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ബെഞ്ചിനെ പറയാം. നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ഷൂ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഓട്ടോ ബെഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു കോർണറിൽ ഒരു ആം ചെയർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഈ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന ഒരു ആം ചെയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാളില് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. ഇതേപോലെ പാനലിംഗ് നൽകിയിട്ട് മോൾഡിങ്ങിന്റെ സെൻറ്ററിലാണ് വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും കൊടുത്തതുപോലെ ഇവിടെയാണ് വാർഡ്രോബ് സ്പേസും അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സീലിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ്ങും നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സീലിംഗ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. കോട്ടിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതർ കണ്ടതിന് പകരം ഇവിടെ ഫാബ്രിക് ആണ് അപ്പോൾസ്റ്ററിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു കളറാണ് നൽകിയിരിക്കുന്നത്. കിങ് സൈസിലാണ് കോട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിൽ ഇതേപോലെ വുഡൻ ലൂവേഴ്സ് ആണ് ബാക്ക് വാൾ ആയിട്ട് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വരുന്ന സമയത്ത് കോവ് ലൈറ്റ് നൽകാതെ പകരം പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് 2 ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ നൽകുന്ന സമയത്ത് ആ പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഭാഗത്തൊന്നും പൊടിയൊന്നും പിടിച്ചു നിൽക്കാത്ത രീതിയിൽ നമുക്ക് വളരെ കുറഞ്ഞ മെയിൻ്റനൻസിൽ ഈ ഒരു സീലിംഗ് കൊണ്ടുനടക്കാൻ സാധിക്കും. വാളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നൽകിയിരിക്കുന്ന ഫാബ്രിക്കിന്റെ സെയിം പാറ്റേൺ വാൾപേപ്പർ ആണ് വാളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെയിൻസ്കോട്ട് പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസും അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നത്.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പതിവ് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്ടെക്സ് ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇതേപോലെയുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് മാനുഫാക്ചർ ചെയ്തു തരാനൊക്കെ പറ്റുന്നൊരു സ്ഥാപനമാണ് മാക്ടെക്സ് ആർക്കിടെക്ചർ. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ടീം അവരുടെ കൂടെയുണ്ട്. ഡിസൈൻ വിങ് ആണെങ്കിലും മാനുഫാക്ചറിങ് വിങ് ആണെങ്കിലും ഇനിയിപ്പം ഇൻറ്റീരിയറിലെ ലേബർ വിങ് ആണെങ്കിലും ഒക്കെ അവരുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഓഫീസിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. നിങ്ങൾക്ക് അവരുടെ ഓഫീസിൽ നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ സാധിക്കും. പോകുന്നതിന് മുമ്പ് ഫോണിലൊന്ന് വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡിസ്കഷൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. സോ അവരുടെ പേജും സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ ആർക്കിടെക്ട്സിനെ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സമീപിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.